ദുനിയാവിൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടൊരു മനുഷ്യന് ആവശ്യമുള്ളത്. ഒന്ന് സമ്പത്താണ്, രണ്ട് മക്കളാണ്. രണ്ടും ഉണ്ടെങ്കിൽ ഏറ്റവും ഉഷാറായി. ഒന്ന് നന്നായി ഉണ്ടായിട്ട് ഒന്ന് കുറച്ച് കുറഞ്ഞാൽ പോലും നമ്മൾ ഭാഗികമായി അതിൻ്റെ പ്രതിസന്ധികൾ അനുഭവിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓട്ടവും നമ്മുടെ പാച്ചിലും നമ്മുടെ അധ്വാനങ്ങളും നമ്മുടെ വിയർപ്പും ഒക്കെ പലപ്പോഴും ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ സമ്പത്തിന് വേണ്ടിയിട്ട്, സമ്പത്ത് മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ വീടിനും നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. ജീവിതത്തിൽ എത്ര കാലം നമ്മൾ ജീവിച്ചു, അതിൽ എത്ര കാലം അധ്വാനിച്ചു, ആ അധ്വാനത്തിൽ കൂടുതൽ നമ്മൾ എന്തിനു ചെലവഴിച്ചു എന്ന് ചോദിച്ചാൽ ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ ഈ ദുനിയാവിൽ നമ്മൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന രണ്ടു കാര്യങ്ങൾ പരലോകത്ത് നമ്മൾക്ക് ഉപകാരപ്പെടില്ല എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. ചില ആളുകളുടെയൊക്കെ കയ്യിൽ ഏട് കിട്ടുന്ന സമയത്ത് ദുനിയാവിലെ അവരുടെ ഈ രണ്ട് സുഖങ്ങളെ ആണ് അവർ എടുത്തു പറഞ്ഞ് വിലപിക്കുക എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. നമുക്കൊക്കെ അറിയണ ആയത്താണ്. മഅഗ്നാ അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ ഖുദൂഹു ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂ സുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ 70 ദിറാഅൻ ഫസ്ലുകൂ മഅഗ്നാ അന്നി മാലിയ. ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു, പക്ഷെ അത് നിനക്ക് ഉപകാരപ്പെട്ടില്ലല്ലോ. ഉപകാരപ്പെട്ടിട്ടുണ്ട് എവിടെ? ഭൂമിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അതുകൊണ്ട് എനിക്ക് ഇവിടെ ഒരു ഉപകാരമല്ലല്ലോ. പിന്നെ ഹലക അന്നി സുൽത്താനിയ, എനിക്ക് വലിയ ആധിപത്യമുണ്ടായിരുന്നു, പലരുടെയും മുകളിൽ നിന്ന് ആളായിരുന്നു, ഞാനെന്ന് നോക്കിയാൽ ചിലരൊക്കെ അനുസരിക്കുമായിരുന്നു, എൻ്റെ ഒരു ഫോൺ കോൾ ചെന്നാൽ മതിയായിരുന്നു, ഞാൻ അവിടെ ഉണ്ട് എന്നറിഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെയൊക്കെ പല പല സ്റ്റാറ്റസുകളിലും പല നിലവാരത്തിലുള്ള ആളുകൾ നമ്മുടെയൊക്കെ ഇടയിൽ ഉണ്ടാകും. പക്ഷെ അതൊന്നും ഹലക അന്നി സുൽത്താനിയ ഒക്കെ നശിച്ചു പോയല്ലോ, ഒന്നും ഇവിടെ ഉപകാരപ്പെടുന്നില്ലല്ലോ എന്നേ ഈ ദുനിയാവിനെ യഥാവിധം ഉപയോഗപ്പെടുത്താത്ത ആൾ നാളെ പരലോകത്തുന്ന സമയത്ത് അവന്റെ വിലാപം ദുനിയാവിലെ അവന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയാം. അതുകൊണ്ട് സഹോദരങ്ങളെ, പിന്നെ എന്താണ് നാളെ പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുക? അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ ഹൃദയത്തിന്റെ ഉടമയായി നാഥന്റെ അരികിൽ ആരാണോ വരുന്നത് അവനെ നാളെ രക്ഷയുള്ളൂ. നിങ്ങൾ എന്തായിട്ടും കാര്യമല്ല, നിങ്ങൾ എത്ര ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. ഈ അസ്ൽ നിങ്ങൾക്കുണ്ടോ? ഈ അടിസ്ഥാനം നിങ്ങൾക്ക് ദുനിയാവിൽ ഒരുമിച്ച് കൂട്ടാൻ സാധിച്ചിട്ടുണ്ടോ? ദുനിയാവ് കുറേയുണ്ട്, സമ്പത്ത് കുറേയുണ്ട്, മക്കൾ കുറേയുണ്ട്, ഇതില്ല, ഒരു കാര്യമില്ല. ദുനിയാവും സമ്പത്തൊക്കെ കുറേയുണ്ട്, അല്ലെങ്കിൽ അതൊന്നുമില്ല, പക്ഷെ ഇതുണ്ട്, ഖൈർ, നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. അപ്പൊ എന്താണ് ഈ ഖൽബുൻ സലീം? ഖൽബ് എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മളൊക്കെ ഉള്ളിലുള്ള ഒരു മാംസകഷ്ണമാണത്, പക്ഷെ അത് സലീമായിരിക്കണം എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്. എന്താണ് ഖൽബുൻ സലീം എന്ന് പറഞ്ഞാൽ എന്ന് ആയത്തിന്റെ തൊട്ടു താഴെ മുഫസ്സിരീങ്ങളെല്ലാം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. വസാഹിബുൽ ഖൽബി സലീം വദാകല്ലദീ സല്ലമ ഖൽബുഹു വസദ്റുഹു മിന ശിർക്കി വന്നിഫാഖ്. ശിർക്കിൽ നിന്നും നിഫാഖിൽ നിന്നും മുക്തമായിട്ടുള്ള രക്ഷപ്പെട്ട ഹൃദയമാണ് ഖൽബുൻ സലീം. പിന്നെയോ അതുകൊണ്ട് മാത്രമില്ല, വമിനൽ ഹിഖ്ദി വൽ ഹസദി വസയ്യിൽ ആഫാത്തി വൽ കിബ്രി വൽ ഗുലുവി അലൽ ഖൽഖ്. അസൂയയും പകയും വഞ്ചനയും മറ്റുള്ളവരുടെ മേൽ അനാവശ്യമായ ആധിപത്യം ചെലുത്തുകയും ഒന്നുമില്ലാത്ത ഒരു നല്ല വിനയാന്വിതനായ നല്ല ഹൃദയത്തിന്റെ ഉടമ, അങ്ങനത്തെ ഒരു വ്യക്തിയാവാൻ കഴിഞ്ഞാൽ അതാണ് ഖൽബുൻ സലീം. ഇത് രണ്ടും ഉണ്ടാകുന്നത് വളരെ പ്രധാനമാണ്, അല്ലേ? ഇപ്പൊ ശിർക്കിൽ നിന്നും ബിദ്അത്തിൽ നിന്നും രക്ഷപ്പെട്ട എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ചിലപ്പോൾ അൽഹംദുലില്ലാഹ് ഉണ്ടാവും, അള്ളാഹു അങ്ങനെ ആക്കി തെരുമാറാവട്ടെ, അല്ലെ? എവിടെയും ജീവിത പ്രതിസന്ധികൾ തലക്ക് മുകളിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുമ്പോൾ പോലും ഒരു ചരടോ ഒരു ഏലസോ ഒരു ഐക്കല്ലോ അല്ലെങ്കിൽ ഒരു ബീവിയോ ഒരു ജാറമോ ഒരു തങ്ങളോ ഒന്നും എനിക്ക് വേണ്ട. സുബ്ഹാനല്ലദീ ബിയദിഹിൽ മുൽക്ക് തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ നാഥൻ മതി എനിക്ക് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമ്മളെ കാത്തിരക്ഷിച്ചിട്ടുണ്ട്, അള്ളാഹു നിലർത്തി തെരുമാറാവട്ടെ. പക്ഷെ അപ്പോഴും വരുന്നൊരു കാര്യം എന്താണ്? അപ്പോഴും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് എന്ത്? അൽ ഹിഖ്ദ് വൽ ഗിൽ, അല്ലെ? ഈ കാര്യങ്ങളൊക്കെ, അസൂയ, പക, അല്ലെങ്കിൽ ചെറിയൊരു അങ്ങനത്തെ ഒരു മനസ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്താല് എന്നാലും ഇപ്പൊ ഞാൻ കൊടുത്തിട്ടോ തന്നില്ലല്ലോ, തിരിച്ച് ഞാനൊരു കാര്യം ചോദിച്ചപ്പോൾ എനിക്ക് തന്നില്ലല്ലോ എന്നൊരു തോന്നലുണ്ടായാൽ മതി സഹോദരങ്ങൾ. ഇതൊക്കെ സ്വാഭാവികമായും പൈശാചികമായി നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നെല്ലാം മുക്തമാവുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായൊരു ദൗത്യമാണ്. നല്ല കടഞ്ഞെടുത്ത കഴുകിയെടുത്ത ഒരു വസ്തുവിനെ പോലെ എന്നും നമ്മുടെ മനസ്സിനെ പകലും മുതൽ വൈകുന്നേരം വരെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത്. രണ്ടാളുകൾ തമ്മിൽ സംസാരിച്ച് പിരിയിനടത്ത് മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതൊരു പ്രകൃതമാണ് നമ്മുടേത്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു ഓടിയകന്ന് ഒരു നല്ല മനസ്സാക്കി മാറ്റി നമ്മുടെ ശരീരത്തെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ അത് വല്ലാത്തൊരു സുഖമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻഗാമികളായ ആളുകൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവരൊക്കെ അങ്ങനെയായിരുന്നു. മഹാനായ ഇയാസ് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹു പറയണേ,
മുആവിയ റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനെ കുറിച്ച് പറയാണ്. എന്താണ് അവരുടെ പ്രത്യേകത? കാന അഫ്ളലുഹും ഇൻദഹും യാനി അൽ മാളീൻ അസ്ലമഹും സദ്റൻ വഅഖല്ലഹും ഖൈബ. സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളുകൾ അവരാരെ എണ്ണിയിരുന്നത്? നല്ല മനസ്സിന്റെ ഉടമകളെ, ആളുകളെ കുറിച്ച് വേണ്ടാത്തരം പറയാത്തവനെ. മനസ്സിലായോ? ആളുകളെ കുറിച്ച് ഗീബത്ത് പറയാത്ത ആളുകളെ. ഒരു ചായപ്പിടിയിൽ കുത്തരുന്ന ഒന്ന് നീച്ചു പോരുമ്പോഴേക്കും അവിടെ ഒരു വർത്താനം വന്നു, ആ വർത്താനടിക്ക് വേറൊരാൾ കയറി വന്നു, ഓനെ കുറിച്ച് അത് പറഞ്ഞു ഇത് പറഞ്ഞു, ഒക്കെ ഉള്ളത് തന്നെയാണ്, ശരി തന്നെയാണ്, പക്ഷെ ഉള്ളതാണ് പ്രശ്നം. ഉള്ളത് പറയണ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗീബത്ത് എന്ന് പറഞ്ഞത്. ഇങ്ങനെ പറയാതിരിക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ഈമാനിന്റെ അടയാളമാണ് എന്ന് അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മാത്രമല്ല മുൻഗാമികളായ ആളുകളുടെ മഹത്വം പറഞ്ഞെടുത്ത് പറയണേ. മഹാനായ സുഫിയാൻ ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി പറയണേ, എന്നോട് അബുൽ ബഷർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അഖ്ബിർനി അൻ അഅമാലി മൻ കാന ഖബ്ലനാ. നമ്മളെ പൂർവ്വഗാമികൾ അവരൊക്കെ അങ്ങനെയായിരുന്നു അല്ലേ? അവരെ മുൻഗാമികൾ ആരാണ്? താബിഈങ്ങളാണ്, സ്വഹാബിമാരാണ്. അപ്പൊ അവരൊക്കെ എങ്ങനെയായിരുന്നു കർമ്മങ്ങൾ ചെയ്തിരുന്നത്? നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അദ്ദേഹം കുറെ ആളുകളെ കണ്ട ആളാണ്. അപ്പോ അദ്ദേഹം പറയാണ്, കാനു യഅമലൂന യസീറൻ വയുജറൂന കസീറ. ഒരു കുറച്ചേ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ, പക്ഷേ അവർക്ക് കൂടുതൽ പ്രതിഫലം കിട്ടുമായിരുന്നു. ഒരു കുറച്ച് ചെയ്താൽ തന്നെ അവർക്ക് കൂടുതൽ കിട്ടുമായിരുന്നു. അതെന്താണ്? നല്ല ഹൃദയത്തിൽ നിന്ന് കുറച്ചുണ്ടെങ്കിൽ തന്നെ അള്ളാഹു നല്ല രൂപത്തിൽ അള്ളാഹു സ്വീകരിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. നല്ല ഹൃദയത്തിൽ നിന്ന് കുറച്ച് ചെയ്താൽ മതി, അള്ളാഹു നല്ല രൂപത്തിൽ സ്വീകരിക്കും. എന്നിട്ട് അദ്ദേഹം പറയണേ, എന്താണ്? വലിമതാക്ക, എന്തുകൊണ്ടാണ് ഓലിക്ക് അങ്ങനെ കുറച്ച് ചെയ്യുമ്പോൾ തന്നെ കൂടുതൽ പ്രതിഫലം കിട്ടുന്നത്? ലിസലാമത്തി സുദൂരിഹിം, അവർക്ക് നല്ല മനസ്സുണ്ടായിരുന്നു. മനസ്സിലായോ? പള്ളി മിമ്പറിൽ, പള്ളി മിഹ്റാബിൽ അല്ലെങ്കിൽ സൊഫിൽ നിൽക്കുമ്പോഴുള്ള അതേ മനസ്സ് പുറത്തിറങ്ങി സംസാരിക്കുമ്പോഴും കടയിൽ നിൽക്കുമ്പോഴും ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു തൗഫീഖാണ്. അതുണ്ടായിരുന്നു അവർക്ക് എന്ന് അവരെ കുറിച്ച് പറയണം. അപ്പൊ ഇത് നമ്മൾ എല്ലാവരും പരിശ്രമിച്ച് കിട്ടേണ്ട ഒരു കാര്യമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയല്ലേ, വഖുൽ ലിഇബാദി യഖൂലുല്ലതി ഹിയ അഹ്സൻ ഇന്നശ്ശൈത്താന യൻസഉ ബൈനഹും ഇന്നശ്ശൈത്താന കാന ലിൽഇൻസാനി അദുവ്വൻ മുബീനാ. നല്ലതു പറയണമെന്ന് എൻ്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കൂ പ്രവാചകരെ, പിശാച് അവർക്കിടയിൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. ഇന്നശ്ശൈത്താന കാന ലിൽഇൻസാനി അദുവ്വൻ മുബീനാ. പ്രത്യക്ഷ ശത്രുവാണ് പിശാച്. ഉപദേശകന്റെ രൂപത്തിൽ അല്ലെ, സൽസ്വഭാവിയുടെ രൂപത്തിൽ ഒക്കെ പിശാച് വരും നമ്മളെടുത്ത്. അതിങ്ങനെ നമുക്ക് പറഞ്ഞു തരും. അപ്പൊ നമ്മൾ തന്നെ ന്യായം പറയും, ഞാൻ പറഞ്ഞത് ഉള്ളത് തന്നെയല്ലേ, എല്ലാവരും കേട്ടത് തന്നെയല്ലേ, ആർക്കാ അപ്പൊ അതൊക്കെ അറിയാത്തത്, ഞാൻ പറഞ്ഞത് എന്തിനാ എന്നെ കുറ്റം പറയണത്, ഞാൻ മാത്രമേ ഉള്ളൂ അത് പറഞ്ഞിട്ട് എല്ലാവരും പറയണത് തന്നെയല്ലേ. അങ്ങനെ ഒരുപാട് ന്യായങ്ങൾ നമ്മൾക്ക് ഉണ്ടാവും. എന്തിനറിയാം? നമ്മൾ പറഞ്ഞ ഗീബത്തിന്, നമ്മൾ പറയണ നമ്മുടെ ഇത്തരം കാര്യങ്ങൾക്ക്. ഇന്ന ശൈത്താന കാന ലിൽ ഇൻസാനി അദുവ്വൻ മുബീന. പരലോകത്തെത്തുമ്പോഴേ ഇത് ബോധ്യപ്പെടുള്ളൂ സഹോദരങ്ങളെ. ഖുർആനിൽ നിന്ന് ബോധ്യപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച്, ചിലതൊക്കെ നമ്മൾ അങ്ങനെ പറയാറില്ലേ, കുടുങ്ങുമ്പോ അങ്ങനെ പറഞ്ഞു വെച്ചുമ്പോ ചിലപ്പോൾ അങ്ങനെ പറയാറുണ്ട്. അത് പാടില്ല. അള്ളാഹുവിന്റെ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇത് മാത്രമല്ല. അതെന്താ പറയുക പ്രശ്നം? ഒരുപക്ഷെ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കേട്ടിട്ടുണ്ടാകും, നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പോൽക്കുന്നുണ്ട്, ദിക്റുണ്ട്, നിസ്കാരത്തിന് ശേഷമുള്ളത് കൃത്യമായി പാലിക്കുന്നുണ്ട്, സ്വതക്ക കൊടുക്കുന്നുണ്ട്, ആരും അറിയാതെ കൊടുക്കുന്നുണ്ട്, ഇതൊക്കെ ധാരാളം കഴിവിന്റെ പരമാവധി ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ അവിടെ വെക്കും റബ്ബ് എന്നാണ്, അള്ളാഹു വെക്കുമെന്നാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സുകൾക്കിടയിൽ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ നമ്മുടെ ഭാഗത്ത് നിന്ന് അസ്വസ്ഥതകൾ ഉണ്ടായി പരസ്പരം തെറ്റി നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇത്തരം പ്രശ്നങ്ങൾ, ഒരു സലീമായ ഹൃദയം നമ്മൾക്കില്ല എന്നുണ്ടെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് വരെ തടയുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കണം. മാത്രമല്ല, സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിപ്പിക്കപ്പെടുന്ന വിഭാഗത്തെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അവ്വലു സുമറത്തിൻ തെലിജുൽ ജന്ന. സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിക്കപ്പെടുന്ന വിഭാഗം ആരാണവർ? സൂറത്തുഹും അലാ സൂറത്തിൽ ഖമരി ലൈലത്തുൽ ബദർ. പൂർണ്ണ നിലാവ് ഉദിച്ച രാത്രിയിൽ ചന്ദ്രനെ നോക്കുമ്പോൾ എത്രമാത്രം അത് പ്രശോഭിതമാണോ, എന്തുമാത്രം മനോഹരമായിട്ട് നിങ്ങൾക്ക് അതിനെ കാണാൻ പറ്റുന്നുണ്ടോ, അത്ര പ്രശോഭിതരായിക്കൊണ്ടായിരിക്കും ആദ്യത്തെ സംഘം സ്വർഗത്തിൽ പ്രവേശിക്കുക. ദീർഘമായ ഹദീസ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, ലഖ്തിലാഫ ബൈനഹും വലാ തബാഗുല. അവർക്കിടയിൽ ഭിന്നിപ്പുകളില്ല, പരസ്പരം വാക്കേറ്റങ്ങളില്ല, ദേഷ്യമില്ല, പകയില്ല. ഖുലൂബുഹും കഖൽബി റജുലിൻ വാഹിദ്. ഒരൊറ്റ മനുഷ്യന്റെ ഹൃദയം പോലെ ഒന്നാണ് അവരെല്ലാ കാര്യത്തിലും. യുസബ്ബിഹൂനല്ലാഹ ബുക്റതൻ വഅശിയ്യാ. രാവിലെയും വൈകുന്നേരവും അവരിങ്ങനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അവരുടെ പ്രത്യേകത. ഈ വിഭാഗത്തിലേക്ക് എത്തണമെങ്കിൽ സഹോദരങ്ങളെ ഒന്ന് പരിശ്രമിക്കണം, ഒരു ശ്രദ്ധ ഉണ്ടാകണം. വണ്ടി ഓട്ടുമ്പോൾ ഒരു ശ്രദ്ധ ഉണ്ടാകലില്ലേ? ഉണ്ട്. നമുക്ക് വേണ്ടിടത്തൊക്കെ നമുക്ക് ശ്രദ്ധ ഉണ്ടാകലുണ്ട്. എങ്കിലേ സ്വർഗത്തിലേക്ക് ആദ്യം കാലെടുത്ത് വെക്കുന്നവരിൽ പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെറുതെ പോയാൽ നടക്കുന്ന നമുക്ക് ചിന്തിക്കുമ്പോൾ തോന്നുന്നുണ്ടോ? ഇല്ല.
ആരായിരിക്കും ആദ്യം പ്രവേശിക്കുന്ന വിഭാഗം? നമ്മുടെ മനസ്സിൽ തന്നെ വരുന്ന കുറെ ആളുകളുണ്ട് അല്ലെ, പ്രവാചകന്റെ സ്വഹാബത്ത്, ഇസ്ലാമിന് വേണ്ടി, ദീനിനു വേണ്ടി ഒരുപാട് ചെയ്ത ആളുകൾ. അവരിലൊക്കെ ഒരാളായിട്ട് ആ ഒരു സുമറത്തിൽ, ആ ഒരു സംഘത്തിൽ ഞാനും നിങ്ങൾക്കും പെടണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കാത്തു നിൽക്കുന്ന ആ സ്വർഗ്ഗ കവാടത്തിലേക്ക് പ്രവേശിക്കുന്നവരിൽ അബൂബക്കർ റളിയല്ലാഹുവിന്റെയും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെയും ഒക്കെ പിന്നിൽ ഒരാളായിക്കൊണ്ട് നമ്മൾക്ക് പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ അത് വെറുതെ കഴിയോ? ഇല്ല, കഴിയില്ല. ഇനി കുറച്ച് ശ്രദ്ധ വേണം. ആ ശ്രദ്ധയിൽ അള്ളാഹു റസൂൽ പറഞ്ഞ ഒരു കാര്യതാണ്, ലഖ്തിലാഫ ബൈനഹും വലാ തബാഉ. ഓല് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ദുന്യവിയായ വിഷയങ്ങളിലൊക്കെയാണ് പലപ്പോഴും ഇത് സംഭവിക്കുക അല്ലെ. ദീനിയായ വിഷയങ്ങളിൽ നമുക്ക് പറ്റുന്ന സംഗതികളുണ്ട്. ശിർക്കിന്റെ വിഷയത്തിൽ മാതാപിതാക്കളോട് ചേ എന്ന വാക്ക് പോലും പറയരുത്, പക്ഷെ അവരെന്നോട് ശിർക്ക് ചെയ്യാൻ കൽപ്പിച്ചാൽ നീ അതിൽ നിന്ന് വിട്ടു നിൽക്കണം. ഇങ്ങനെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ. പക്ഷേ നമ്മൾക്കിടയിൽ പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുക എപ്പോഴെന്ന് വെച്ചാൽ ദീനിയായ കാര്യങ്ങളിൽ, ദുന്യവിയായ കാര്യങ്ങളാണ് പലപ്പോഴും ഉണ്ടാകുക. ചെറിയ ചെറിയ നിസ്സാരമായ കാര്യത്തിന്റെ പേരിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ, അമ്മായിമ്മയും പിന്നെ മരുമകളും തമ്മിൽ, അമ്മോശനും തമ്മിൽ, ജ്യേഷ്ഠനും അനിയനും തമ്മിൽ, അയൽവാസികൾ തമ്മിൽ, കോവർക്കേഴ്സ് തമ്മിൽ, ഇങ്ങനെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ എന്താണ്? നിസ്സാരമായ കാര്യം. ഒരാൾ വിചാരിച്ച് ഒന്ന് അഫൂ പറഞ്ഞാൽ തീരുന്ന വിഷയമുള്ളൂ, ഒന്ന് തോളിൽ പോയി കഴിച്ച് പോയാൽ നമുക്കൊരു ചായ അടിച്ചു വരാന്ന് പറഞ്ഞാൽ തീരുന്ന വിഷയമുള്ളൂ. പക്ഷെ അതിങ്ങനെ അവിടെ കറയായി 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 പിന്നെ അത് അങ്ങനെ മാറലാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. രണ്ട് കുട്ടികൾ തമ്മിൽ മുറ്റത്ത് കളിച്ചപ്പോൾ ഉണ്ടായ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ ഓലിപ്പോ കാലങ്ങളോളം ഉണ്ടാതിരിക്കുന്നത് ആലോചിച്ച് നോക്ക്. പലപ്പോഴും അങ്ങനെയൊക്കെയാണ് ഉണ്ടാകുക. ഇതൊരു വിശ്വാസിക്ക് യോജിച്ചതല്ല എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുകയാണ്. പ്രവാചകന്റെ സദസ്സിലേക്ക് കയറി വന്ന ആളെ കുറിച്ച് ചെറുപ്പം മുതൽ നമ്മൾ കേൾക്കുന്ന ഹദീസില്ലേ, ഏതാണ്? നിങ്ങളുടെ കൂട്ടത്തിലേക്ക് ഒരാൾ വരും, അയാൾ സ്വർഗ്ഗാവകാശിയാണ് അല്ലെ. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ആ സ്വഹാബിയെ പിന്തുടർന്നു പോയി. 3 ദിവസവും അദ്ദേഹം തന്നെ വന്നു. എന്താ അപ്പൊ നമ്മളൊന്നും ചെയ്യാത്തത് ഇദ്ദേഹം മാത്രം ചെയ്യണത്? 3 ദിവസം അവിടെ പോയി ഒരു അതിഥിയുടെ പിന്നെ മര്യാദ പാലിച്ച് നിൽക്കേണ്ട പരിധി വരെ അവിടെ നിന്നിട്ട് ഒന്നും കാണാത്തപ്പോൾ ചോദിച്ചു, ഞാൻ വരാനുള്ള കാരണം അതായിരുന്നു നബി, താങ്കൾ വരുന്ന സമയത്ത് ഇങ്ങനെ നബി പറഞ്ഞു, അതിനുശേഷം താങ്കളാണ് വന്നത്, പക്ഷെ പ്രത്യേകിച്ചൊന്നും ഞാൻ കണ്ടില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത്രയൊക്കെ തന്നെ ഉള്ളൂ, പക്ഷെ എന്താണ്, ഓരോ ദിവസവും മാഹുവ ഇല്ലാ മാ റഅയ്ത്, ഇത് കണ്ടതന്നെ ഉള്ളൂ, ഇത് കണ്ടതന്നെ ഉള്ളൂ ഇപ്പൊ എന്റെ ജീവിതത്തിലുള്ളത്. നമ്മളൊക്കെ ചെയ്യുന്നത് പോലത്തെ ഇബാദത്തുകൾ തന്നെ ഞാനും ചെയ്യുന്നുള്ളൂ. പക്ഷേ ഗൈറ അന്നി ലാ അജിദു ഫീ നഫ്സി ലിഅഹദിൻ മിനൽ മുസ്ലിമീന ഗിശ്ശൻ വലാ അഹ്സുദു അഹദൻ അലാ ഖൈറിൻ അഅതാഹു അല്ലാഹു ഇയ്യാഹു. ഒരാളോടും എന്റെ മനസ്സിലൊരു പക ഉണ്ടാവില്ല. പിന്നെ ആർക്കെങ്കിലും അള്ളാഹു ഒരു നിഅമത്ത് കൊടുത്താല് അതിന്റെ വിഷയത്തിൽ എനിക്കൊരു ഇടങ്ങേറ് അല്ലേ. ഓന്റെ പെര കുറച്ച് പൊന്തി കാണുമ്പോൾ, ഓന്റെ പെര ഒരു പെയിന്റ് അടിക്കണത് കാണുമ്പോൾ, ഓന്റെ അടുത്ത് നല്ലൊരു വാഹനം കാണുമ്പോൾ, ഓന് നല്ലൊരു ജോലി കിട്ടിയത് കാണുമ്പോൾ നമ്മളെ മനസ്സിലൊരു ഇടങ്ങേറ്, അല്ലെങ്കിൽ ഓനെ ഉള്ള ഒരു അനുഗ്രഹം നഷ്ടപ്പെടുന്ന കാണുമ്പോൾ നമ്മളെ മനസ്സിൽ ഒരു സുഖം വരിക, എന്നാലും പോയി കിട്ടിയല്ലോ, മനസ്സിലായോ? അതെനിക്ക് ഉണ്ടാവില്ല, മനസ്സിലായോ? എല്ലാവരോടും എനിക്ക് നല്ല മനസ്സ് മാത്രമേ ഉള്ളൂ, എല്ലാവരോടും ചിരിക്കാനുള്ളൊരു മുഖം, എല്ലാവർക്കും അഫ്വ കൊടുക്കുന്ന ഒരു മനസ്സ്, എല്ലാവരോടും നന്നായി സംസാരിക്കുന്ന, നന്നായി പെരുമാറുന്ന ഒരു സ്വഭാവം. ഇത് വല്ലാത്തൊരു തൗഫീഖാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കുക. ഞാനിത് പറയാനുള്ള കാരണം, നമ്മൾ റമദാനിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത്. ഓരോ വക്തും ഓരോ മിനിറ്റുകളും ബർക്കത്താക്കപ്പെട്ട സമയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എന്താണെന്നറിയോ, ഇങ്ങനത്തെ മനസ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴിയുക. നമ്മൾ പെരയും കൂടിയൊക്കെ നേരെ, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു നനച്ചുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് പൊതുവേ നമ്മുടെ നാട്ടിൽ റമദാൻ ആകുന്നതിന് മുമ്പ് ഒന്ന് ഒരുങ്ങി പുറപ്പെടും, ഒക്കെ നമ്മൾ റെഡിയാക്കും, നമ്മളൊക്കെ ഒന്ന് പലപ്പോഴും റെഡിയാകും. പക്ഷെ എന്തറിയോ, മനസ്സാണ് ആദ്യം കഴുകേണ്ടത്. വീട്ടിലത്തെ മാറാലി അടിക്കാട്ടൊക്കെ റെഡിയാക്കുന്നതിന്റെ ആദ്യം ചെയ്യേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലെ അടിക്കാട്ടും മനസ്സിലെ മാറാലയും എല്ലാം ചെയ്യണം, കഴുകി വൃത്തിയാക്കണം. അപ്പുറത്തേക്ക് നോക്കുമ്പോ നോക്കാൻ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ, ഓനവിടെ വീട്ടിൽ നിന്ന് വാതിൽ തുറന്നിറങ്ങണ കാണുമ്പോൾ നമ്മളെ വാതിൽ ഇവിടെ അടിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മനസ്സിന്റെ വാതിൽ കൊട്ടിയടച്ച് മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് കയറി ചെന്ന് മാന്യമായി സംസാരിക്കാനും സലാം പറയാനും നമുക്ക് പറ്റണം. അപ്പോഴേ നമ്മുടെ റമദാൻ പ്രശോഭിതമാവുകയുള്ളൂ, അപ്പോഴേ നമ്മുടെ റമദാൻ ചൈതന്യമുള്ളതായി തീരുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ നോൽക്കും, നമ്മളിങ്ങനെ നിസ്കരിക്കും, നമ്മളിങ്ങനെ കുറെ ഓതും, നമ്മൾ കുറെ ദിക്റ് ചൊല്ലും, നമ്മൾ കുറെ സ്വതക്ക കൊടുക്കും, ഇതൊക്കെ ഓരോ ദിവസവും ആകാശത്തേക്ക് ഉയരും, ഓരോ തിങ്കളും വ്യാഴവും ആകാശത്തേക്ക് ഉയരും, ഓരോ ശഅബാനിലും ആകാശത്തേക്ക് ഉയരും. അള്ളാഹ് പറയും, അവിടെ വെച്ചുള്ള എനിക്ക് വേണ്ടാന്ന്. അവര് തമ്മിൽ ഹത്താ യസ്തലിഹ, അവര് തമ്മിൽ ശരിയാകുന്നത് വരെ. നിസാരമാണോ സഹോദരങ്ങളെ? അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു, അബൂ ദുജാന റളിയല്ലാഹു അൻഹു രോഗശയ്യയിൽ കിടക്കുകയാണ്. മരണാസന്നനായി കിടക്കുന്ന അബൂ ദുജാന റളിയല്ലാഹുവിനെ സന്ദർശിക്കാൻ വേണ്ടി സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അരികിൽ ചെല്ലുകയാണ്. വളരെ പ്രസന്നമായ മുഖമാണ് അദ്ദേഹത്തിൻ്റെത്.
രോഗിയാണ്, മരണാസന്നനായി കിടക്കുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ മുഖത്തു നിന്നും ഒരു പ്രയാസമില്ലല്ലോ, വളരെ പ്രശോഭിതമാണല്ലോ, പ്രസന്ന മുഖമാണല്ലോ നിങ്ങളുടേത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എപ്പോഴും മരണത്തെ അഭിമുഖീകരിച്ച് കിടക്കുന്ന ഒരു മനുഷ്യൻ പറയണേ, എനിക്ക് മരണവുമായി ബന്ധപ്പെട്ട് ആലോചിക്കും വലിയ പേടിയൊന്നുമില്ല. കാരണം ഞാൻ 2 കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഒന്ന്, ഫകുൻതു ലാ അതകല്ലമു ബിമാ ലാ യഅനീനി വഅമ്മൽ ഉഖ്റ ഫകാന ഖൽബി ലിൽ മുസ്ലിമീന സലീമ. എനിക്ക് ആവശ്യമുള്ളിടത്തേ സംസാരിക്കുള്ളൂ. ഒന്ന്, അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. 2, മുസ്ലിമീങ്ങളെ കുറിച്ച് എല്ലാവരെ കുറിച്ചുമുള്ള എൻ്റെ മനസ്സ്, എൻ്റെ വിചാരം എപ്പോഴും നല്ലതായിരുന്നു. ഒരാളെ കുറിച്ച് നല്ലത് ഞാൻ വിചാരിക്കാറുണ്ടായിരുന്നുള്ളൂ. ഇത് 2 ക്വാളിറ്റികളാണ്. നമ്മൾ വേണ്ടോടത്ത് വേണ്ടത് മാത്രം സംസാരിക്കുക, എല്ലായിടത്തും കയറി ഇടപെടുക, എല്ലായിടത്തും കയറി സംസാരിക്കുക, അല്ലേ, എല്ലായിടത്തും കയറി അഭിപ്രായം പറയാം. അതൊരു നല്ല സ്വഭാവമല്ല. ഈ നല്ല അഭിപ്രായം ആണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ പറയേണ്ടതായിരിക്കില്ല. 2, എല്ലാവരെ കുറിച്ചും നല്ലത് മാത്രം വിചാരിക്കുക, എല്ലാവർക്കും അഫു കൊടുക്കുക. ഇങ്ങനത്തെ ഒരു മനസ്സ് നമ്മൾക്ക് ഉണ്ടാകുക എന്നുള്ളത് പ്രധാനമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ ശരീരത്തിലൊരു മുറിവുണ്ടായാലേ, ആ നല്ലൊരു മുറിവാണെന്നുണ്ടെങ്കിൽ ആ മുറിവ് നമ്മൾ നന്നായി ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക, അല്ലേ? അത് പഴുക്കും, അതിന് ചലമൊലിക്കും, അതിനെ ദുർഗന്ധം വമിക്കും, പ്രശ്നമാകും. നമ്മുടെ വീട്ടിൽ നമ്മളിങ്ങനെ അടിച്ചു വാരിയിട്ട് അവിടെ കുറച്ച് വേണ്ടാത്ത വേസ്റ്റ് കൂട്ടിയിട്ടുണ്ട്, അത് പരിഗണിക്കാതെ ശ്രദ്ധിക്കാതെ 2 ദിവസം അവിടെ ഇട്ടാല് അതിൻ്റെ ഒരു അസ്വസ്ഥത നമ്മൾക്ക് ഉണ്ടാകും സഹോദരങ്ങളെ. എങ്കിലേ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചുറ്റുഭാഗങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് പലരെ കാണുമ്പോഴും ഒരു അസ്വസ്ഥത, അവരോട് സംസാരിക്കാൻ ഒരു പ്രയാസം, ചെറിയ ചെറിയ വിഷയത്തിന്റെ പേരിലുണ്ടായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ അത് നമ്മൾ കഴുകിക്കളയാതെ, സലാം പറയാതെ, നമ്മൾ പരസ്പരം സന്ദർശിക്കാതെ, അഫു കൊടുക്കാതെ അതവിടെ ഇങ്ങനെ കൂടിക്കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ചളിപുരണ്ട ഹൃദയവുമായിക്കൊണ്ട് ആയിരക്കണക്കിന് മുത്തഖീങ്ങളും മുഖ്ലിസീങ്ങളും മുവഹിദീങ്ങളുമായ മനുഷ്യർ റമളാനിന്റെ ഹിലാലിനെ ആകാശത്ത് കാണുമ്പോൾ സന്തോഷപൂർവ്വം റമളാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ചളിപുരണ്ട ഹൃദയവുമായി കൊണ്ടാണ് നമ്മൾ റമളാനിലേക്ക് പ്രവേശിക്കുന്നത് എങ്കിൽ സഹോദരങ്ങളെ, അവരും നമ്മളും തമ്മിൽ വലിയ അന്തരമുണ്ട്, വ്യത്യാസമുണ്ട് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ലാ യസ്തവിൽ ഹസനതു വലസ്സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇദൽ ലദി ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. നന്മയും തിന്മയും ഒരിക്കലും സമമാവുകയില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, തിന്മയെ നന്മ കൊണ്ടാണ്ട് സമീപിച്ചാൽ, തിന്മയെ തിന്മ കൊണ്ടല്ല, തിന്മയെ നന്മ കൊണ്ട് നമ്മൾ സമീപിക്കാൻ റെഡിയായാൽ, നമ്മളാണ് കയറി ചെന്നാൽ കൊടുക്കാനുള്ള പൈസ എങ്ങനെങ്കിലും നമ്മൾ കൊടുക്കാൻ റെഡിയാകുക, ഇല്ലെങ്കിൽ അത് ഇപ്പൊ ഉണ്ടാവലോട്ട് എടുക്കാനെന്ന് പറയാം, പ്രശ്നം തീർന്നു. മറ്റേത് അങ്ങനെ ഫോൺ വിളിക്കുന്നുണ്ട്, നമ്മൾ എടുക്കണില്ല, അതാണ് പ്രശ്നം. ഇതൊക്കെയാണ് പലപ്പോഴും പ്രശ്നങ്ങൾ. അതുകൊണ്ട് ഇങ്ങനെയൊന്നും ഇല്ലാത്ത എല്ലാം പറഞ്ഞു തീർത്ത് റമളാനിനെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നിച്ചേറ്റെടുത്ത് നമ്മൾ ആ റമളാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് പറ്റണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. ഈ ഒരു മനസ്സും ഈ ഒരു ശരീരവും കുടുംബത്തിൽ ഒന്നിച്ചുണ്ടാകണം. നമ്മൾ ഇന്ന് തന്നെ അതിലൊരു തീരുമാനം എടുക്കുന്ന സഹോദരങ്ങൾ. ചിലപ്പോഴൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങളായിരിക്കും നമുക്കിടയിൽ പ്രശ്നം ഉണ്ടാകുക. മനുഷ്യരാണെങ്കിൽ അതൊക്കെ സംഭവിക്കും, സ്വാഭാവികമാണ്. പക്ഷെ റമളാനിലേക്ക് കിടക്കുന്നതിന്റെ മുമ്പ് ഒരുപാട് പുണ്യങ്ങൾ നമ്മൾക്ക് തരുന്ന റമളാനിൽ ഒരു ചെറിയ നിമിഷത്തിന് പോലും വലിയ വിലയുണ്ട് റമളാനിൽ. അവിടെ നമ്മൾ ചൊല്ലുന്ന ഓരോന്നും, നമ്മൾ നിർവഹിക്കുന്ന ഓരോന്നും റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കണം. അതിനെ നമ്മളും മാനസികമായിട്ട് ഒരുങ്ങണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, നല്ല മനസ്സ് നമ്മൾക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എന്താണ് അതിനു വേണ്ടി ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കണം, പഠിക്കണം. പണ്ഡിതന്മാർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, നമ്മൾ നന്നായി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അല്ലേ? പ്രാർത്ഥന സ്വീകരിപ്പിക്കണം. അതാണ് ഖുർആനും സുന്നത്തും നമ്മളെ പഠിപ്പിച്ചത്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅസ്അലുക ഖൽബൻ സലീമ വലിസാനൻ സ്വാദിഖ. അല്ലാഹുവേ, ഞാൻ നിന്നോട് നല്ല മനസ്സും നല്ല നാവിനെയും റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെന്ന പ്രാർത്ഥനയാണിത്. മാത്രമല്ല, വിശ്വാസികളായ ആളുകളെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞേ, വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ. അല്ലാഹുവേ, വിശ്വാസികളായ മനുഷ്യരോട് ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ഒരു കറയും ഉണ്ടാക്കല്ല നാഥാ. ഈ പ്രാർത്ഥന നമ്മൾ ഉണ്ടാകണം സഹോദരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും.
അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധാരാളക്കണക്കിന് പ്രാർത്ഥനകൾ, ഇതൊക്കെ നമ്മളെ പ്രാർത്ഥനയായിട്ട് നബി എന്തിനാ പഠിപ്പിച്ചത്? ഇത് സംഭവിക്കുന്ന ഉറപ്പാണ്, ഇത് ഉണ്ടാകുന്ന ഉറപ്പാണ്. ഇവിടെ ഒരു വീട് അവിടെ ഒരു വീടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഓനിവിടെയും ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും സംഭവിക്കും. മനുഷ്യരാണോ ശൈത്താൻ ആ അജണ്ടയുമായി കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിനുള്ള മരുന്ന് അല്ലാഹു റസൂൽ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ മരുന്ന് നമ്മളെ കയ്യിൽ ഉണ്ടാകണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ, എൻ്റെ മനസ്സിന് നീ തഖ്വയെ നൽകണേ റബ്ബേ. വഅൻത ഖൈറു മൻ സക്കാഹാ, ഏറ്റവും നന്നായി എൻ്റെ ഹൃദയത്തെ പരിപാലിക്കുന്നവൻ അത് നീയാണ് നാഥ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വമിൻ ഖൽബിൻ ലാ യഖ്ശഅ, ഖുശൂ ഇല്ലാത്ത ഭക്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്നും നാഥ, അതുപോലെ തന്നെ ഉപകാരപ്പെടാത്ത അറിവിൽ നിന്നും നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറാ വഫീ ബസരി നൂറാ വഅൻ യമീനി നൂറാ വഅൻ ശിമാലി നൂറാ വഅൻ ഫൗഖി നൂറാ വതഹ്തി നൂറാ. പള്ളിയിലേക്ക് ഇങ്ങനെ നടക്കുന്ന സമയത്ത് വിശ്വാസി എന്താ പ്രാർത്ഥിക്കണത്? വിശ്വാസത്തിന്റെ പ്രകാശം കൊണ്ട് എൻ്റെ ജീവിതത്തെ നീ ആവരണം ചെയ്യണേ നാഥ. പ്രാർത്ഥന പ്രധാനമാണ് സഹോദരങ്ങളെ, ഇത് നമ്മൾക്ക് ഉണ്ടാകണം. ഒന്നതാണ്. രണ്ടെന്താ പറയുക, നിങ്ങൾ നല്ല വിചാരം ഉണ്ടാകണം. എല്ലാരെ കുറിച്ചും നല്ലത് വിചാരിക്കുക. മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹുവിന്റെ അരികിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ മഹതിയായ ആയിഷ റളിയല്ലാഹുവിനയുമായി ബന്ധപ്പെട്ടുണ്ടായ സൂറത്തു നൂറിൽ പറയുന്ന ആ ഇഫ്ക്, ഖിസ്സത്തുൽ ഇഫ്ക്, കെട്ടിച്ചമച്ചുണ്ടാക്കിയൊരു ആരോപണം ഉണ്ടല്ലോ. ഇതിങ്ങനെ പറഞ്ഞ സമയത്ത് സ്വഹാബിമാരെല്ലാവരും അതിജാഗ്രതയിലാണ്. അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംസാരം, ഇതെന്തിനാണ് ഇവിടെ പറയണത്? ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വീട്ടിന്റെ ഉള്ളിലുള്ള സംസാരത്തിൽ എങ്ങനെ തിരുത്തണം എന്നുള്ളതിനുള്ള മാതൃകയും കൂടിയാണത്. ഭാര്യ പറയണതൊക്കെ ഭർത്താവ് ഇങ്ങനെ മൂളി കേൾക്കുക, അതന്നെയാണ് ശരി. അതിലൊരു തെറ്റുണ്ടെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ അതിനിങ്ങനെ വളം വെച്ച് കൊടുക്കുക, അത് ചെയ്യരുത്. ഹറാമാണോ അല്ലെ, സിറാത്തും വന്ന് താഴേക്ക് ചാടുന്ന കേസാണോ, അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യമാരെ തിരുത്തിയിട്ടുണ്ട്, മനസ്സിലായോ? ഞാൻ അതിന്റെ പേരിൽ ഓള് തെറ്റുന്നാണെങ്കിൽ ദീന് പറഞ്ഞു കൊടുക്കുക, നരകത്തിന്റെ തീയിന്റെ കട്ടിയും കനവും ഗൗരവവും പറഞ്ഞു കൊടുക്കുക, അതിനേക്കാളൊന്നും വലുതല്ലതെന്ന് പറഞ്ഞു കൊടുക്കുക. പ്രധാനം തന്നെയാണ്. ദീനിന്റെ മേലെ ഒന്നും ഉണ്ടാകരുത്. ദീനും ദുനിയാവ് ഏറ്റുമുട്ടുന്നിടത്ത് ദുനിയാവ് അതിമ മുട്ടി താഴ്ചാടണം. ദീനാണ് പ്രധാനം. ഇത് വളരെ പ്രധാനമാണ്. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹുവിന്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. അല തസ്മഅ മാ യഖൂലു നാസു ഫി ആയിഷ, ആയിഷനെ കുറിച്ച് ആളുകൾ പറയണ നിങ്ങൾ കേട്ടോ? ഒരു ഭാര്യ സ്വാഭാവികമായ ചോദ്യം. എങ്ങനെയാ തിരുത്തിയത്? ബല, ഞാൻ കേട്ടു. വദാലിക്കൽ കദിബ്, അത് കളവാണ്. അകുന്തി യാ ഉമ്മ അയ്യൂബ്, അതായത് അബൂ അയ്യൂബ് അൽ അൻസാരി ഭാര്യനോട് ഇരിക്കണം, അല്ലയോ ഉമ്മു അയ്യൂബ്, അകുന്തി ഫാഇലതൻ ദാലിക്, ഇജങ്ങനെ ചെയ്യോ, ഇജങ്ങനെ ചെയ്യോ? അവര് പറഞ്ഞു, ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യൂല. ലാ വല്ലാഹി മാ കുൻതു അഫ്അലുഹു, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യൂല. ആയിഷനെ കുറിച്ച് ആളുകൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് നീ ചെയ്യോ? ഇല്ല, ഞാൻ ഒരിക്കലും ചെയ്യൂല. എങ്കിൽ ഫആയിഷതു ഖൈറു മിൻകി, നാം മനസ്സിലാക്കിക്കോ, അന്നേക്കാൾ ഉഷാറാണ് ആയിഷ. ഉമ്മുൽ മുഅ്മിനാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്, ഉമ്മുൽ മുഅ്മിനീനാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പത്നിയാണ്, അബൂബക്കറിന്റെ മകളാണ്, നിന്നെക്കാളും ഉത്തമയാണ് ആയിഷ. അങ്ങനെ വിചാരിക്കരുത്. അറിയണിന് മുമ്പ് അത് കളവാണ്. ഇങ്ങനെ തിരുത്തി കൊടുക്കാൻ പറ്റണം സഹോദരങ്ങളെ. മാന്യമായി തിരുത്തിയാൽ മതി. ഇവിടെ എന്തേലും ഉണ്ടായോ? പൊട്ടിതെറിക്കേണ്ട എന്തേലും ഉണ്ടായോ? ഒന്നും ഉണ്ടായിട്ടില്ല. തലയിണ മന്ത്രത്തിലാണെങ്കിൽ പോലും തെറ്റ് കേട്ടാൽ തെറ്റിനെ തിരുത്തി കൊടുക്കണം. അപ്പോഴേ ദീനിയായ ഒരു കുടുംബമായിട്ട് വരുള്ളൂ. അപ്പോഴേ മക്കൾ ദീനിയായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ ഒരു അപ്പ കേൾക്കാൻ ഒരു സുഖം ഉണ്ടാവും, പിന്നെ അതിന്റെ ഇടങ്ങേറ് പടച്ചവന്റെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. മൂന്നാമത്തെ കാര്യം എന്താ? നിങ്ങൾ മറ്റുള്ളവർക്ക് ഒഴിവ് കഴിവുകൾ, ഇതിന്റെ ബാക്കി ഒഴിവ് കഴിവുകൾ അന്വേഷിക്കുക. കേട്ടാല് അയിമ 20 തേക്കല്ല. പിന്നെന്താ ചെയ്യേണ്ടത്? ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇദാ ബലഗക അൻ അഖീക ഷൈഉൻ ഫൽതമിസ് ലഹു ഉദ്റൻ ഫഇൻ ലം തജിദ് ഫഖുൽ ലഅല്ലഹു ഉദ്റൻ ലാ അരിഫുഹു. എന്തെങ്കിലും എന്റെ സഹോദരനെ കുറിച്ച് കേട്ടാല് അത് അതുകൊണ്ടേക്കാരം അതും സാധ്യതല്ല എന്ന് ഉദ്റ അന്വേഷിച്ചോ. അവന് ന്യായങ്ങൾ അന്വേഷിക്ക്. നീ അന്വേഷിച്ചിട്ട് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കിട്ടിയില്ല വെച്ച് പറയണം, എന്തേലൊക്കെ ഉണ്ടാവും, ഞമ്മക്കറിയാത്തോണ്ടാണ്. അല്ലാതെ അതിങ്ങനെ പറഞ്ഞടക്കല്ല ചെയ്യേണ്ടത്. അപ്പോഴെനിക്കൊരു നല്ല മനസ്സുണ്ടാവുള്ളൂ. ഇതാണ് ഒരു നല്ല മനസ്സിന്റെ അടയാളം. നാലാമത്തെ കാര്യം എന്താ? നിങ്ങൾ തിന്മയെ നന്മ കൊണ്ട് എതിർക്കുക. തിന്മയെ നന്മ കൊണ്ട് എതിർക്കുക. അല്ലാഹുമ്മ ഗഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. ഏറ് കിട്ടി പ്രയാസപ്പെട്ട് ആ മലഞ്ചരിവിൽ ഇങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് മലക്കുൽ ജിബാൽ
പർവ്വതങ്ങളുടെ മലക്ക് വന്ന് ചോദിച്ചു, എടുത്തിടട്ടെ എന്ന്. അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. പ്രാർത്ഥിക്കാണ് സഹോദരങ്ങളെ ചെയ്തത്. നമ്മളെ ആക്ഷേപിക്കുന്നവരെയും നമ്മളെ എതിർക്കുന്നവർക്കെതിരെ പ്രാർത്ഥിക്കുന്ന മനസ്സാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അല്ലാതെ അതേപോലെ ഓൽക്കും കിട്ടട്ടെ എന്നുള്ള മനസ്സല്ല അത്. അപ്പൊ പിന്നെ ഇങ്ങനെയാണ് ഉമ്മനോട്, ഉപ്പനോട്, സഹോദരനോട്, സഹോദരിയോട്, അയൽവാസിയോട്, എന്നും കാണേണ്ട, എപ്പോഴും കാണേണ്ട, കൊണ്ടും കൊടുത്തും ഒരുമിച്ച് ഒന്നിച്ചും ജീവിക്കേണ്ട മനുഷ്യരോട് എങ്ങനെയാണ് ഈ പകയുടെ ചളി മനസ്സിൽ തട്ടിയിട്ട് നമ്മൾ ജീവിക്കുക? ഒരു വിശ്വാസത്തിന്റെ അടയാളമല്ല. അഞ്ചാമത്തെ എന്താ അറിയോ? ഗീബത്തുനിന്നും നമീമത്തും നമ്മൾ മാറി നിൽക്കുക എന്നുള്ളതാണ്. അതിന്റെ ഒരു അംശവും നമ്മുടെ ജീവിതത്തിലേക്ക് വരരുത്. നമീമത്ത്. ആറാമത്തത്, നമീമത്ത് പറയുന്ന ആളോട് ഏറ്റവും നന്നായി പ്രതികരിക്കണം, അതിനവൻ അവസരം കൊടുക്കരുത്. ഏഴാമത്തെ എന്താ അറിയോ? ഹദിയ കൊടുക്കുക. ജനങ്ങൾക്കിടയിൽ, നമ്മൾക്കിടയിൽ പരസ്പരം ഹദിയകൾ കൊടുക്കലുണ്ടായാല് നിങ്ങൾ ഹദിയ കൊടുത്താല് അതൊരു പരസ്പരം സ്നേഹം വർദ്ധിക്കാനുള്ള ഒരു മാർഗമാണ്. മക്കൾക്ക്, കുട്ടികൾക്ക് ഹദിയ കൊടുക്കുക. ഓൽക്ക് എന്തെങ്കിലുമൊക്കെ പിന്നെ നല്ല ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ഓൽക്ക് ഹദിയ കൊടുക്കുക. ഭാര്യക്ക് ഹദിയ കൊടുക്കുക, ഉമ്മക്ക് ഉപ്പക്ക് ഹദിയ കൊടുക്കുക, അല്ലെങ്കിൽ അയൽവാസിക്ക് കൊടുക്കുക. അങ്ങനെ അവസരങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കുക. അതൊരു സ്നേഹം വർദ്ധിക്കുന്ന കാര്യമാണ്. ഇനി എട്ടാമത്തത് ഈമാനു ബിൽ ഖളാഇ വൽ ഖദർ. ഖളാ ഖദറിൽ വിശ്വാസം ഉണ്ടാകുക. അപ്പൊ എന്താ? ഓന്റെ പേരെ പൊന്തിന് കാണുമ്പോൾ നമ്മൾക്ക് 1000 10,000 കടമുണ്ടെങ്കിൽ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ അരികിൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഇല്ലെന്ന് മനസ്സിൽ വിശ്വസിച്ചവന് എത്ര വലിയ ഉന്നതങ്ങളിൽ ജീവിച്ചാലും ഒന്നുമില്ലാതെ ജീവിച്ചാലും നാളെ പോയി കിടക്കേണ്ടത് എല്ലാവരും ഒരേ വീതിയുള്ള, ഒരേ ആഴമുള്ള, ഒരേ ഇടുക്കിലാണെന്ന് ബോധ്യപ്പെട്ടാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആ വിശ്വാസം മനസ്സിലുണ്ടോ? അതൊക്കെ പരീക്ഷണമാണ്. കുറച്ചുള്ളവർക്ക് കിട്ടും, കുറച്ച് ആൾക്കാർക്ക് കിട്ടൂല എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ. ഒമ്പതാമത്തെ കാര്യങ്ങൾ സലാം വർദ്ധിപ്പിക്കുക. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇതാണത്. എത്ര തെറ്റി നിൽക്കുന്ന ആളും ആ സലാമാണ് പറഞ്ഞാല് അതിനൊരു ബർക്കത്തുണ്ട്, റെഡിയാവും. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തദ്ഖുലുൽ ജന്ന ഹത്താ തുഅ്മിനു. വിശ്വാസികളാകണവരെ നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല. എന്നാൽ വലാ തുഅ്മിനു ഹത്താ തഹബ്ബു. വിശ്വാസികളുടെ അടയാളമാണ് പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത്. ആ സ്നേഹം കിട്ടാനുള്ള മാർഗം എന്താ? അലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും. നിങ്ങൾക്ക് പരസ്പരം സ്നേഹം ഉണ്ടാകാനുള്ള മാർഗം ഞാൻ പറഞ്ഞിട്ടെ. അഫ്ശു സലാമ ബൈനക്കും. കാണുന്നവരോടും കാണാത്തവരോടും ഒക്കെ സലാം, അറിയുന്നവരോടും അറിയാത്തവരോടും ഒക്കെ സലാം വ്യാപിപ്പിക്കുക. എല്ലാവരോടും സലാം വ്യാപിപ്പിക്കുക. അത് ഒരു വിശ്വാസിയുടെ അടയാളമാണ്. അതുകൊണ്ട് ഈ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഖലീഫ മുഅ്തസിമിന്റെ കാലത്ത് ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ച വ്യക്തിയാണ്. ഖുർആൻ സൃഷ്ടിയാണെന്ന് അവർ വാദിച്ചു. അത് അംഗീകരിക്കാത്തതിന്റെ പേരിൽ. ഖുർആൻ അള്ളാഹിന്റെ കലാമാണ്, സൃഷ്ടിയല്ല. നമ്മളൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, അല്ലെ? ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, സൃഷ്ടിയല്ല. പക്ഷെ അവരത് വാദിച്ചു. അതിന്റെ പേരിൽ ഒരുപാട് അടി കൊണ്ടു അദ്ദേഹത്തിന്. ഇമാം അവറുകൾ റഹ്മത്തുള്ളാഹി അലൈഹി ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി വൻമതിലുകളായി നിന്ന, മഹാപർവ്വതങ്ങളായി നിന്ന പണ്ഡിതന്മാരാണ് ഇമാം മാലിക്കും, ഇമാം അബൂ ഹനീഫയും, ഇമാം ഷാഫിഈയും, ഇമാം അഹ്മദ് ബിൻ ഹംബലും. ഈ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഓരോ ദിവസവും 60-70 ചാട്ടവാറടികൾ കൊണ്ട് ശരീരത്തിൽ നിന്ന് മാംസം വ്രണപ്പെട്ട്, അതിങ്ങനെ ഡോക്ടർ ഇങ്ങനെ വ്രണപ്പെട്ട മാംസം പിന്നെ മുറിച്ചെടുക്കുമ്പോൾ ഇമാം അവറുകൾ റഹ്മത്തുള്ളാഹി അലൈഹി പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്തസിം, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്തസിം. അല്ലാഹുവേ, മുഅ്തസിമിന് പുറത്തു കൊടുക്ക പടച്ചവനെ, മുഅ്തസിമിന് പുറത്തു കൊടുക്ക പടച്ചവനെ. ഞാൻ അനുഭവിക്കുന്ന വേദന മുഅ്തസിമിന് നൽകണേ റബ്ബേ, നൽകണേ റബ്ബേ എന്നല്ല, ജീവിതം കൊണ്ട്, വിശ്വാസം കൊണ്ട് ഉന്നതികളിലെത്തിയ ഒരു മഹാപണ്ഡിതൻ, വലിയ മനുഷ്യൻ, സമൂഹത്തിന് മുഴുവൻ മാതൃക കാണിച്ചിരിക്കുകയാണ്. എങ്കിൽ സഹോദരങ്ങളെ, ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന, അല്ലെങ്കിൽ എന്നും ഒരുമിച്ച് കാണുന്ന, ഒരുപാട് കാലം കൊണ്ടും കൊടുത്തും ജീവിച്ചിട്ട് ചെറിയ നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ എങ്ങനെയാണ് നമ്മൾ തമ്മിൽ അകലുക? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവനവന്റെ പരിശുദ്ധ സ്വർഗ്ഗത്തെ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അടിയുറച്ച് ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർക്കെല്ലാം അള്ളാഹു സമാധാനത്തെ പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗികളായ ആളുകൾക്ക് അള്ളാഹു ശിഫയെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് അവരുടെ ജോലിയിൽ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുമാറാവട്ടെ. പുതിയ പുതിയ സംരംഭങ്ങളുമായി വരുന്ന ആളുകൾക്ക് അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തിനെയും റഹ്മത്തിനെയും പ്രദാനം ചെയ്യുമാറാവട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ സന്തോഷത്തോടുകൂടി ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അമ്പിയാക്കളുടെയും സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും കൂടെ സ്വർഗത്തിൽ ഒരുമിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന വേദനകളിൽ നിന്ന് അള്ളാഹു അവർക്ക് വിടുതി പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള മുസ്ലിം സഹോദരങ്ങൾക്ക് അള്ളാഹു ശാന്തിയും സമാധാനപൂർണമായ ജീവിതവും പ്രദാനം ചെയ്യുമാറാവട്ടെ.
മുസ്ലിം സമൂഹത്തെ നയിക്കുന്ന നേതാക്കന്മാർക്ക് അള്ളാഹു പക്വതയും ദീർഘവീക്ഷണവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാളിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الملة في كل مكان. اللهم دمر كيدهم يا رب العالمين. اللهم اجعل كيدهم في نحورهم ولا في نحور المؤمنين يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين. صلى الله عليه وسلم.